സംഭവം പിന്നെ എല്ലാവർക്കും സുഖമല്ലേ. അപ്പം നല്ല വെറൈറ്റി ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കാമല്ലോ വിചാരിച്ച്. അപ്പോൾ ഇതാ മക്രോണി ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ഉണ്ടാക്കി വെക്കാലോ. ഇതാ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ലേശം 1 ടീസ്പൂണാണ് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മക്രോണി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അത് വേവണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മക്രോണി വെന്തുണ്ട്. അപ്പോൾ നമ്മളിത് പാര വെച്ചാലോ. ഇതിലൊരു വഴുവഴുപ്പില്ല, മാറ്റാനായിട്ട് നമുക്ക് ഒന്നുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും. ആ വഴുവഴുപ്പ് ഒന്ന് മാറ്റി വെക്കാം. ഫസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സവോള ഇട്ടെടുത്തിട്ട് നമുക്ക് കുറച്ചൊക്കെ നോക്കാം. എടുത്തോണ്ട് ഇനി ടേസ്റ്റ് ഇട്ട് കൊടുത്താലോ. നമ്മളെ സവാള ഇവിടെ വയറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വെക്കാം. ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുക. ലേശം നുള്ളി മുളകും പൊടി ഇട്ട് കൊടുക്കുക. നുള്ളി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നുള്ളി ഗരം മസാല കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുക. അതിൽ 3 കോഴിമുട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 വേപ്പിൻ്റെ പൊട്ടിച്ചിട്ട് നുള്ളി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പുഴുങ്ങി വെച്ച മക്രോണി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ലേശം 1 സ്പൂണ് തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കാം. തക്കാളി സോസ് ചേർക്കേണ്ടത്. ഇതിലേക്ക് ലേശം ഡാർക്ക് സോസ് ഒഴിച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഗൈസ് നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടില്ലേ? നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.